സർക്കിൾ മെഷേഴ്സിൻ്റെ അടുത്ത സെക്ഷനാണ് ഏരിയ. ഇവിടെ നമ്മൾ സർക്കിളിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ പഠിക്കുന്നുണ്ട്. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് A = πr². ആർ എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിൻ്റെ റേഡിയസ് ആണ്. സോ റേഡിയസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഇനി 2 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിളിൻ്റെ ഏരിയ ആർ എന്താണ്? 2 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുന്നത്. ഏരിയ = π × r². ഇവിടെ ആർ എന്ന് പറയുന്നത് 2 അല്ലേ? സോ π × 2². 4π cm² എന്നാണ് ഏരിയ കിട്ടുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദി ലെങ്ത് ഓഫ് എ കോഡ് ഓഫ് എ സർക്കിൾ 3 cm ഫ്രം ദി സെൻറ്റർ ഈസ് 4 cm. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ? ഒരു സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അകലെ ഒരു കോഡുണ്ട്. ആ കോഡിൻ്റെ ലെങ്ത് എന്താണ്? 4 cm ആണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ഒരു സർക്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. സർക്കിളിൻ്റെ സെൻറ്റർ O ആണ്. ഈ സെൻറ്ററിൽ നിന്ന് 3 സെൻറ്റിമീറ്റർ അകലെ ഒരു കോഡ് വരച്ചിട്ടുണ്ട്. ഇനി സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ഉള്ള പെർപെൻഡിക്കുലർ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ? സോ നമുക്ക് അവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്തൂടെ? ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പർന്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സർക്കിളിൻ്റെ റേഡിയസ് തന്നെയായിരിക്കും. ഇനി ആ ഒരു പാർട്ട്, അതായത് ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് എന്തായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കത്തില്ലേ? കാരണം ആ കോഡിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 4 ആണ്. ഈ സെൻറ്ററിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ലൈൻ ഈ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സൈഡ് എന്താണെന്ന് കിട്ടും? നമുക്ക് 2 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഇനി പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുന്നു. ഹൈപ്പർന്യൂസ് = √(base²) + altitude². അതായത് √2² + 3² = എന്ത് വരും? √4 + 9 എന്ന് വരും. എന്താണ് 4 + 9? 13 അല്ലേ? സോ റേഡിയസ് ഓഫ് ദി സർക്കിൾ എന്താ നമുക്ക് കിട്ടുന്നത്? √13 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നത്. റേഡിയസ് കിട്ടിയല്ലോ. ഇനി നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ പോരെ? ഏരിയ = πr². ഇവിടെ റേഡിയസ് √13 ആണ്. π × √13 ദി ഹോൾ സ്ക്വയർ. √13ൻ്റെ സ്ക്വയർ എന്താണ്? 13 തന്നെയാണ്. സോ 13π cm² ആണ് ഈ ഒരു സർക്കിളിൻ്റെ ഏരിയ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ഈച്ച് ഓഫ് ദി പിക്ചേഴ്സ് ബിലോ കമ്പ്യൂട്ട് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഏരിയ ഓഫ് ദി സർക്കിൾ ആൻഡ് ദി ഏരിയ ഓഫ് ദി റെഗുലർ പോളിഗൺ കറക്റ്റ് അപ് ടു 2 decimal places. ഈ 2 ഫിഗറിലും എന്താ 2 സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ഈ 2 സർക്കിളിനകത്ത് ഓരോ റെഗുലർ പോളിഗൺസ് ആണ് കൊടുത്തേക്കുന്നത്. നമുക്ക് ഈ റെഗുലർ പോളിഗൺസിൻ്റെ ഏരിയയും സർക്കിളിൻ്റെ ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. എന്താണ് റെഗുലർ പോളിഗൺ? എല്ലാ സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള പോളിഗണിനെ നമ്മൾ പറയുന്നതാണ് റെഗുലർ പോളിഗൺ എന്ന്. ആദ്യത്തെ ഫിഗറിൽ ഈ ഒരു സർക്കിളിനകത്തൊരു സ്ക്വയർ ആണ് കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ ഫിഗറിൽ ഒരു റെഗുലർ ഹെക്സഗണം. ഇനി ഏരിയ കണ്ടുപിടിക്കണം. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? റേഡിയസ് വേണ്ടേ? ആദ്യത്തെ ഫിഗറിൽ ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ വരച്ചിട്ടില്ലേ? ഈ ഡയഗണൽ എന്താണ്? ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ്. ഡയമീറ്റർ 4 ആണെങ്കിൽ സർക്കിളിൻ്റെ റേഡിയസ് എന്തായിരിക്കും? 2 സെൻറ്റിമീറ്റർ ആയിരിക്കത്തില്ലേ? ഇനി രണ്ടാമത്തെ ഫിഗറിലും അതുപോലെ ഈ റെഗുലർ ഹെക്സാഗണിൻ്റെ ഡയഗണൽ 4 സെൻറ്റിമീറ്ററിന് വരച്ചിട്ടുണ്ട്. ഇത് തന്നെ ആയിരിക്കത്തില്ലേ ആ സർക്കിളിൻ്റെ ഡയമീറ്റർ? സോ അതിൻ്റെ റേഡിയസ് എന്ത് തന്നെ ആയിരിക്കും? 2 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അങ്ങനെ നമുക്ക് സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. πr², അതായത് π × 2², 4π cm² എന്ന് കിട്ടും. ഇവിടെ നമുക്ക് പൈയുടെ വാല്യൂ ഇട്ട് കൊടുക്കേണ്ടി വരും. എന്താണ് പൈയുടെ വാല്യൂ? 3.14. 4 × 3.14 എന്താ കിട്ടുന്നത്? 12.56 എന്ന് കിട്ടും. 12.56 cm² ആണ് ഈ സർക്കിൾസിൻ്റെ ഏരിയ. ഇനി എന്താ വേണ്ടത്? ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ കൂടെ നമുക്ക് വേണം അല്ലേ? സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഇവിടെ സ്ക്വയറിൻ്റെ സൈഡ്സ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ആകെ കൊടുത്തേക്കുന്നത് സ്ക്വയറിൻ്റെ ഡയഗണൽ വെച്ച് ഏരിയ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് ½ × d². അതായത് ½ × 4². എന്താ 4²? 4² = 16 അല്ലേ? സോ 1/2 × 16 എത്ര? 8 cm². 8 cm² ആണ് ഈ ഒരു സ്ക്വയറിൻ്റെ ഏരിയ. ഇനി
സർക്കിളിൻ്റെ ഏരിയയും സ്ക്വയറിൻ്റെ ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ് മൈനസ് ചെയ്താൽ പോരെ. എന്താ കിട്ടുന്നത്? 4.56 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഈ ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിന് വേണ്ടി ഞാൻ ബാക്കി 2 ഡയഗണൽസ് കൂടെ വരയ്ക്കുവാണ്. ഈ 2 ഡയഗണൽസും അതുകൂടെ വരയ്ക്കുമ്പോൾ എന്താവും? നമുക്ക് ഈ ഒരു റെഗുലർ ഹെക്സഗണിനെ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 6 ഇക്വലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു റെഗുലർ ഹെക്സഗണിൻ്റെ ഏരിയ കിട്ടും. ഈ ഇക്വലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ സൈഡ് എന്തായിരിക്കും? ഈ ഹെക്സഗണിൻ്റെ സൈഡ് തന്നെ ആയിരിക്കും കേട്ടോ. 2 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് √3a²/4. ഇവിടെ എ എന്താണ്? 2 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനത്തെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 6 എണ്ണം ഉണ്ട്. സോ 6 × √3a²/4. ഒരു ഏരിയ ഓഫ് ഹെക്സഗൺ എന്താണ്? 6 × √3 × 2²/4. ഈ 2 സ്ക്വയറും 4ഉം കട്ടായി പോവുമല്ലോ. സോ ആൻസർ എന്ത് വരും? 6 × √3 എന്ന് വരും. √3യുടെ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. √3യുടെ വാല്യൂ എന്താണ്? 1.73 ആണ്. 6 × 1.73 എന്ന് കിട്ടും. അതായത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 10.38 എന്നാണ് കിട്ടുന്നത്. അത് ഹെക്സഗണിൻ്റെ ഏരിയ എന്താണ്? 10.38 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് എന്ത് ചെയ്യാം? ഹെക്സഗണിൻ്റെ ഏരിയ മൈനസ് ചെയ്യാമല്ലോ. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 2.18 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദി പിക്ചേഴ്സ് ബിലോ സർക്കിൾസ് ആർ ഡ്രോൺ ത്രൂ ദി വെർട്ടിസസ് ഓഫ് എ സ്ക്വയർ ആൻഡ് എ റെക്റ്റാങ്കിൾ. കാൽക്കുലേറ്റ് ദി ഏരിയാസ് ഓഫ് ദി സർക്കിൾസ്. ഇവിടെ 2 സർക്കിളും എടുത്തിട്ടുണ്ട്. ആദ്യത്തെ സർക്കിളിനകത്തൊരു സ്ക്വയറും രണ്ടാമത്തെ സർക്കിളിനകത്ത് ഒരു റെക്റ്റാങ്കിളുമാണ് വരച്ചിട്ടുള്ളത്. ഇവിടെ ഈ 2 സർക്കിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം? റേഡിയസ് വേണ്ടേ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ സ്ക്വയറിൻ്റെയും റെക്റ്റാങ്കിളിൻ്റെയും ഡയഗണൽസ് വരയ്ക്കുവാണ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ. ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്താണ്? സർക്കിളിൻ്റെ ഡയമീറ്റർ ആണല്ലോ. അതുപോലെ റെക്റ്റാങ്കിളിൻ്റെ ഡയഗണലും ആ സർക്കിളിൻ്റെ ഡയമീറ്റർ ആണല്ലേ. ഇവിടെ നമുക്ക് പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാമല്ലോ. ആദ്യത്തെ ഫിഗറിൽ എന്താ കിട്ടുന്നത്? ഹൈപ്പർന്യൂസ്, അതായത് ഡയമീറ്റർ എന്താ കിട്ടുന്നത്? √3² + 3² √18 എന്ന് കിട്ടും. അന്നേരം ഡയമീറ്റർ √18 ആണെങ്കിൽ ആ സർക്കിളിൻ്റെ റേഡിയസ് എന്തായിരിക്കും? √18/2 ആയിരിക്കത്തില്ലേ? ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ആ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ = πr² അല്ലേ. ഇവിടെ r എന്ന് പറയുന്നത് എന്താണ്? √18/2 ആണ്. √18/2 ദ ഹോൾ സ്ക്വയർ. π × √18/2 ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. √18ൻ്റെ സ്ക്വയർ 18 ആണ്. 2ൻ്റെ സ്ക്വയർ എന്താണ്? 4 ആണ്. 18/4 നമുക്ക് 9/2 എന്ന് എഴുതാം. 9/2π. 9/2 എന്താണ്? 4.5 അല്ലേ. സോ 4.5π സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി പൈയുടെ വാല്യൂ ആയിട്ടുള്ള 3.14 ഇട്ട് കൊടുക്കുമ്പം 4.5 × 3.14 എന്ന് കിട്ടും. സോ 14.13 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആദ്യത്തെ സർക്കിളിൻ്റെ ഏരിയ. ഇനി രണ്ടാമത്തെ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്ന ഇതേ മെത്തേഡാണല്ലോ. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്ത് കൊടുത്താൽ പോരെ. അവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാമല്ലോ. ബേസ് 4 സെൻറ്റിമീറ്ററും ഓൾട്ടിറ്റ്യൂഡ് എന്താണ്? 2 സെൻറ്റിമീറ്ററും ആണ്. അവിടെ ഹൈപ്പർന്യൂസ് കണ്ടുപിടിക്കുക. അതായത് ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? √4² + 2², അതല്ലെങ്കിൽ 2² + 4². √4 + 16 എന്താണ്? √20 എന്ന് കിട്ടും. ആ സർക്കിളിൻ്റെ ഡയമീറ്റർ √20 ആണ്. റേഡിയസ് എന്തായിരിക്കും? √20/2 എന്ന് കിട്ടും അല്ലേ. ഇനി ഏരിയ കണ്ടുപിടിക്കാമല്ലോ. ഏരിയ = πr². അതായത് π × √20/2 ദി ഹോൾ സ്ക്വയർ. π × 20/4 എന്നല്ലേ വരുന്നത്. √20യുടെ സ്ക്വയർ 20 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. 20/4 എന്താണ്? 5 അല്ലേ. സോ 5π സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആ ഒരു സർക്കിളിൻ്റെ ഏരിയ. ഇനി നമുക്ക് പൈക്ക് വാല്യൂ ഇട്ട് കൊടുക്കണ്ടേ? 3.14 ഇട്ട് കൊടുക്കണം. 5 × 3.14 എന്താ കിട്ടുന്നത്? 15.7 സെൻറ്റിമീറ്റർ സ്ക്വയർ.